ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഓപ്പൺ കോഴ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ടാണ് നാം പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നത് തന്നെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. നമ്മൾ സോഫ്റ്റ്വെയർ എന്താണെന്ന് പഠിച്ചു. അതിൻ്റെ രണ്ട് തരം ക്ലാസിഫിക്കേഷൻ, സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും അത് ജസ്റ്റ് മെൻഷൻ ചെയ്തു. ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ അത് തന്നെയാണ് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് ഒന്ന് പറയാമെന്ന് മാത്രം. ഒരുപാട് വൈഡായിട്ടോ ഒന്നും പറയുന്നില്ല. ജസ്റ്റ് ഒരു ഓപ്പൺ കോഴ്സ് എന്ന നിലയിൽ നിങ്ങൾക്ക് അറിയേണ്ട അത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. സോഫ്റ്റ്വെയറിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ OS എന്ന് പറയും. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നമ്മൾ ഒരു കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ഫസ്റ്റിൽ കാണുന്ന ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. വിൻഡോസ് എന്ന്, അല്ലെങ്കിൽ ഉബുണ്ടു, അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു OS, മാക് അല്ലെങ്കിൽ ഏതായാലും അങ്ങനത്തെ OSകളൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുകൊണ്ട് അർത്ഥമാക്കണം. OS, operating system is the lifeline of computer. You connect all the basic devices like CPU, monitor, keyboard and mouse, plug in the power supply and switch it on, thinking you have everything in place. കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ്, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു അങ്ങനെയുള്ള ടെക്നിക്കൽ ഡിവൈസിന് മുന്നിലിരിക്കുന്ന വ്യക്തിയെ ആ ഒരു മെഷീൻ അല്ലെങ്കിൽ ആ ഒരു ഡിവൈസിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർഫേസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാത്തിടത്തോളം കാലം അത് വെറും ഒരു ഉപകരണം മാത്രമാണ്, ഉപയോഗപ്രദമല്ലാത്തൊരു ഉപകരണമാണ്, അല്ലെങ്കിൽ ഹാർഡ്വെയറാണ്. ആ ഹാർഡ്വെയറിനെ പ്രവർത്തിപ്പിക്കുന്ന ഊർജ്ജമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണെന്ന് പറയാം. മസ്റ്റായിട്ട് കമ്പ്യൂട്ടറിൽ വേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് നമുക്ക് പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിൻഡോസ്, ലിനക്സ്, ഇത് രണ്ടും നമുക്ക് എക്സാമ്പിൾ പറയാം. വിൻഡോസ് ആണെങ്കിൽ എന്താണ്, പേയബിളാണ്, ഫ്രീ സോഫ്റ്റ്വെയർ അല്ല. അതേസമയം ലിനക്സ് എന്ന് പറയുന്നത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. രണ്ടും നമുക്ക് എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ വൺ വേർഡായിട്ട് നമുക്ക് പറയാം, ഇറ്റ് ഈസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ആൻ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ. അതുകൊണ്ട് തന്നെയാണ് ആ പേര് തന്നെ വിൻഡോസ് എന്നുള്ള പേരാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ജാലകം തുറന്നിട്ട് നമ്മൾ ഒരു വ്യക്തിയെ മറ്റൊരു ലോകത്തിലേക്ക് എത്തിക്കുന്ന ഒന്നാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുകൊണ്ട് തന്നെയാണ് മൈക്രോസോഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് തന്നെ വിൻഡോസ് എന്നൊരു കൊടുക്കാൻ കാരണം. അതിൻ്റെ പല വേർഷൻസും അവൈലബിളാണ്. ഓരോ വർഷം അത് അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് അതിൻ്റെ ഫീച്ചേഴ്സ് മാറും. നിങ്ങൾക്കറിയാം, മൊബൈലിലൊക്കെ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് മാറുന്ന പോലെ തന്നെ നമ്മുടെ ഓരോന്നിലും അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയ ഏതിലായാലും ആ അപ്ഡേഷൻ അവൈലബിളാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറാണ്. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് മുന്നേ പറഞ്ഞ ലിനക്സും മൈക്രോസോഫ്റ്റും നമുക്ക് നോട്ട് ചെയ്യാം. പിന്നെ പറയുന്ന മറ്റൊരു സിസ്റ്റം സോഫ്റ്റ്വെയറാണ് അസംബ്ലർ. എക്സാമ്പിൾ നേരത്തെ പറഞ്ഞിരുന്നു, അസംബ്ലർ, കമ്പൈലർ, ഇൻ്റർപ്രറ്റർ, പിന്നെ ലിങ്കർ ഉണ്ട്, ലോഡർ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അസംബ്ലർ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ അസംബ്ലർ പറയുമ്പോൾ നമ്മൾ ആദ്യം കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ജസ്റ്റ് മെൻഷൻ ചെയ്തിരുന്നു. കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ബൈനറി ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ് ആണ്. അതിൽ സീറോസും വൺസും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ലാംഗ്വേജ് നമുക്ക് ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം സീറോസും വണ്ണും ഉപയോഗിച്ചുകൊണ്ട് എഴുതിയൊരു ലാംഗ്വേജ് കണ്ടാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. വെറും സീറോയും വണ്ണും മാത്രമുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടാൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഒരിക്കലും ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് ഉണ്ടാക്കാനും ബുദ്ധിമുട്ടാണ്, റീഡ് ചെയ്യാനെല്ലാം ബുദ്ധിമുട്ടാണ്. പക്ഷേ കമ്പ്യൂട്ടറിൻ്റെ ഭാഷ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്തൊരു ഭാഷയാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയും. അതായത് ആഡ് ചെയ്യാണെങ്കിൽ ADD എന്ന് കൊടുക്കുക, സമ്മിന് SUM, അങ്ങനെ കുറച്ച് ചില വാക്കുകൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും എന്ന രൂപത്തിലുള്ളത്. ആഡ് എക്സ് ആഡ് വൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എക്സും വൈയും കൂടെ ആഡ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ കണ്ടാൽ മനസ്സിലാവുന്ന രൂപത്തിലേക്കുള്ള ചെറിയ ലാംഗ്വേജുകളായിട്ട് ഡെവലപ്പ് ചെയ്തു. അത്തരം ലാംഗ്വേജിന് പറഞ്ഞ പേരാണ് അസംബ്ലി ലാംഗ്വേജ്. പക്ഷേ ഈ അസംബ്ലി ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്താൽ പോലും കമ്പ്യൂട്ടറിന് അത് റീഡ് ചെയ്യാൻ കഴിയില്ല. നമ്മളത് ഡെവലപ്പ് ചെയ്താലും കമ്പ്യൂട്ടറിന് അത് വായിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ എന്താണ്, എപ്പോഴും നമുക്കറിയാം പല ലാംഗ്വേജുകളിൽ പ്രസംഗം വരുമ്പോൾ നമുക്കറിയാൻ വേണ്ടി എന്ത് ചെയ്യും, അതൊരു ട്രാൻസ്ലേറ്റർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഈ അസംബ്ലി ലാംഗ്വേജിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമ്മുടെ സിസ്റ്റത്തിൽ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും. ആ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് അസംബ്ലർ. അപ്പോൾ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന
സോഫ്റ്റ്വെയറാണ് അസംബ്ലർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഭാഷ ഡെവലപ്പ് ചെയ്താലും കമ്പ്യൂട്ടർ മെഷീൻ ലാംഗ്വേജ് അറിയുള്ളൂ. അപ്പോൾ അതിലോട്ട് കൺവേർട്ട് ചെയ്യാം. നോക്കൂ, ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ നോട്ട്സിൽ ഉണ്ടാക്കിയപ്പോൾ ജസ്റ്റ് നിങ്ങൾ വേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അസംബ്ലർ ഈസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ ദാറ്റ് കൺവേർട്ട്സ് അസംബ്ലി ലെവൽ പ്രോഗ്രാംസ് ടു മെഷീൻ ലെവൽ കോഡ്. അസംബ്ലി ലെവൽ പ്രോഗ്രാമിനെ മെഷീൻ ലെവലിലേക്ക് മാറ്റുന്നതാണ് അസംബ്ലർ. അതാണ് ഒരു ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് കമ്പൈലർ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്ററാണ്. ഇൻ്റർപ്രറ്ററും കമ്പൈലറും നമുക്ക് ഒരുമിച്ച് പറയാമെന്ന് പറയാൻ കാരണം ഇൻ്റർപ്രറ്റർ ആയാലും കമ്പൈലർ ആയാലും രണ്ടിനും കോമൺ ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്, എല്ലാം അത് അവ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കോമൺ ആണെങ്കിൽ ഒരേ പേര് മതിയല്ലോ അല്ലേ. പക്ഷേ എന്താണ്, ചില മൈന്യൂട്ടായ വ്യത്യാസങ്ങളുള്ളതുകൊണ്ടാണ് രണ്ട് പേര്. അപ്പോൾ ഇൻ്റർപ്രറ്റർ കമ്പൈലർ എന്ന് പറയുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. അസംബ്ലർ എന്ന് പറഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. അതേസമയം ഇൻ്റർപ്രറ്റർ അല്ലെങ്കിൽ കമ്പൈലർ എന്ന് പറയുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഹൈ ലെവൽ ലാംഗ്വേജ് C++, ജാവ പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വളരെ അഡ്വാൻസ്ഡ് ആണ്. അതായത് നമുക്കൊരു ഇംഗ്ലീഷ് കഥ വായിക്കുന്ന പോലെ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്ത് പ്രോഗ്രാമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ശരിക്കും ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പോലെ അത്രയ്ക്ക് ഡെവലപ്ഡായി വന്നു. അസംബ്ലി ലാംഗ്വേജിൽ നിന്നും മാറി ഹൈ ലെവൽ ലാംഗ്വേജിലോട്ട് പ്രോഗ്രാം വരുമ്പോൾ അത്രയും സിംപ്ലസ് ആയി മാറി. പക്ഷെ അതും തന്നെ എന്താണ്, നമ്മുടെ കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യാൻ കഴിയില്ല, അവിടെ ഒരു കൺവേർട്ടർ ആവശ്യമാണ്. അസംബ്ലി ലാംഗ്വേജ് ആണെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യാൻ അസംബ്ലറിന് കഴിയുമായിരുന്നു. പക്ഷേ ഇതൊരു ഹൈ ലെവൽ ലാംഗ്വേജിന് ഒരിക്കലും മെഷീൻ ലാംഗ്വേജിൽ കൺവേർട്ട് ചെയ്യാൻ അസംബ്ലർക്ക് കഴിയില്ല. അതിന് യൂസ് ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർസാണ് ഒന്ന് ഇൻ്റർപ്രറ്റർ, മറ്റൊന്ന് കമ്പൈലർ. അതേസമയം ഇൻ്റർപ്രറ്ററിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഈ ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത് ലൈൻ ബൈ ലൈനാണ് എക്സിക്യൂഷൻ നടക്കുക. ഒരു 10 ലൈനുള്ളൊരു പ്രോഗ്രാമാണ് ഫസ്റ്റ് പ്രോഗ്രാം, സെക്കൻഡ് ലൈൻ, അങ്ങനെ ഓരോ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ നടത്തുക. ഫസ്റ്റ് ലൈൻ ഇൻ്റർപ്രറ്റർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലൈൻ നോക്കുമ്പോൾ അതിൽ എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എറേഴ്സ് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ലൈനിലോട്ട് പോവുള്ളൂ. ഒരു ലൈൻ ഇങ്ങനെ പോവുള്ളൂ. അതേസമയം കമ്പൈലർ ആണെങ്കിൽ മൊത്തം ഒരുമിച്ചാണ് പോവുക. അപ്പോൾ രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഫസ്റ്റത്തെ ഇൻ്റർപ്രറ്ററിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് അതിന് ഒരുപാട് ടൈം വേസ്റ്റ് ആവും. കാരണം ഓരോന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സമയം വേസ്റ്റ് ആവും. ഇൻ്റർപ്രറ്ററിൽ എന്താണ്, ടൈം വേസ്റ്റിംഗ് ഇല്ല. പക്ഷേ അവിടെയുള്ള ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്ക് എവിടേക്കാണെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എല്ലാ ലൈനും കൂടെ ഒപ്പം കമ്പൈൽ ചെയ്യുമ്പോൾ എവിടെയാണ് മിസ്റ്റേക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ആ ബുദ്ധിമുട്ട് ഇൻ്റർപ്രറ്ററിൽ ഉണ്ടാവില്ല. കാരണം ഒരു ലൈൻ കഴിഞ്ഞിട്ട് അടുത്ത ലൈനിലോട്ട് പോകണുള്ളൂ. അപ്പോൾ രണ്ടിനും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ രണ്ടും ഉപയോഗിക്കുന്ന എന്താണ്, കോമൺ പർപ്പസിനാണ് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ. അപ്പോൾ നോക്കൂ, ഇൻ്റർപ്രറ്റർ the system software used to translate high level language source code into machine level language object code. Line by line is called an interpreter. Line by line ആയിട്ട് an interpreter takes each line of code and converts into a machine code and stores into the object file. അതിനൊരു ഒബ്ജക്റ്റ് ഫയലിൽ സ്റ്റോർ ചെയ്യുക അങ്ങനെയൊന്നും പറയണമെന്നില്ല, ജസ്റ്റ് കൺവേർട്ടർ ആണെന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. ഇനി അടുത്ത് കമ്പൈലറാണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ that stores the complete program, scan it, translates the complete program into object code, then creates an executable code is called a compiler. കംപ്ലീറ്റ് ആയിട്ടാണ് ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യുക. പറഞ്ഞ കാര്യം തന്നെയാണ്, അതേ കാര്യം തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ, അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, അസംബ്ലർ എന്താണ്, കമ്പൈലർ എന്താണ്, ഇൻ്റർപ്രറ്റർ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇത് വൈഡായിട്ട് എഴുതാൻ പറ്റും. കമ്പൈലറിനെ വഴിയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശാലമായിട്ട് എഴുതാൻ കഴിയും. ആ കാര്യം മനസ്സിലാക്കിയാൽ മാത്രം മതി. വളരെ സിമ്പിളാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.